അതോടൊപ്പം തന്നെ എൻ്റെയും കോഴിക്കോട്ടുകാരുടെയും ഒക്കെ തിരുവോണാശംസകൾ മോത്തിക്കും പൂജയ്ക്കും നേരുകയാണ്. അതോടൊപ്പം നമ്മുടെ ഡെസ്കിലെ എല്ലാ മനുഷ്യർക്കും ഓണാശംസകൾ നേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട്ടെ തളി മഹാക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിയാം, ഇങ്ങോട്ടേക്ക് നിരവധി ആളുകളാണ് ഈ തിരുവോണ ദിവസത്തിൽ പ്രാർത്ഥനയ്ക്കും മറ്റുമായിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി ഇന്ന് വീട്ടിലെത്തി ഓണസദ്യയൊക്കെ ഒരുക്കി ഓണാഘോഷം ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന സന്തോഷത്തോടു കൂടിയാണ് ആളുകളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ഇന്ന് ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ആളുകൾ കുട ചൂടിയിട്ടൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. പ്രാർത്ഥന മുടക്കുന്നില്ല. ആ രീതിയിൽ സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ എനിക്കൊപ്പം ഈ ക്ഷേത്രത്തിലെ സ്റ്റാഫായിട്ടുള്ള 2 പേർ ചേരുന്നുണ്ട്. അംബികയും വിദ്യാധരൻ മാഷ്. എന്താണ്, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗി നടക്കുന്നത്. മഴ ഞങ്ങളെ അവർക്ക് അലസർ ഇവിടുത്തെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മഴയാണെങ്കിലും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉത്രാട സദ്യ ഉണ്ടായിരുന്നു ഇവിടെ, ഗംഭീരമായിരുന്നു. ഇവിടെ എന്തൊക്കെയാ മഴ കാരണം ആള് കുറച്ചൊരു ചെറിയ കുറവുണ്ട്. ക്യൂ നന്നായിട്ട് ഉണ്ടാവേണ്ട സമയമാണ്, പക്ഷെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയി ഓണസദ്യ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഓണാശംസ. എല്ലാ തവണയും ഇവിടെ ഈ തിരക്ക് രാവിലെയൊക്കെ തിരുവോണ ദിവസം നല്ല തിരക്കുണ്ടോ? നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോ മഴ കാരണം കുറച്ചൊരു കുറവുണ്ടല്ലേ? അതാണ് മൂത്തി പറയുന്നത്. മഴ കാരണം കുറച്ചൊക്കെ ആളുകൾ എത്തുന്നതിലൊരു ആളുകളുടെ ഒരു കുറവുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് കാണുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ആളുകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് മടങ്ങുന്നതിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചേച്ചി, ഇനി തിരിച്ച് വീട്ടിലേക്ക് പോയി സദ്യ കുറിക്കണം. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഓണമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഈ നാട്ടുകാരല്ല, നമ്മള് കണ്ണൂർക്കാരാണ്. ഇവിടെ വന്നതാണ്. ഹസ്ബൻഡ് സിസ്റ്റർ വീട്ടിൽ വന്നേ. അപ്പൊ ഇത് തിരിച്ച് ഇന്ന് കണ്ണൂരിലേക്ക് പോവോ? ഇല്ല, ഇന്ന് കണ്ണൂർ പോവില്ല. നമ്മള് നാളെ പോകും. ഇന്ന് ഇവിടെയാണ് ആഘോഷം. വീട്ടിൽ സദ്യ ഒരുക്കും. ബാക്കി കുടുംബക്കാരൊക്കെ വരും. എങ്ങനെയാ? ഇല്ല, നമ്മള് മാത്രം. എല്ലാരും ദൂരെ ഉള്ളൂട്ടോ. അതുകൊണ്ട് നമ്മള് മാത്രമേ എത്തിയുള്ളൂ. തിരുവോണ ദിവസം വേറെ എവിടെയും പോകുന്നൊന്നുമില്ല. ഇല്ല, വീട്ടിൽ തന്നെ. ഉഷാറാണ്. ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. തിരുവോണ ദിവസം ദൃശ്യങ്ങളിൽ കാണാം. അവിടെ നനഞ്ഞു കിടക്കുന്നുണ്ട്, ചെറിയ വെള്ളമൊക്കെ കാണാനുണ്ട്. മഴ വലിയ ദുരിതം ഉണ്ടാക്കിയില്ലെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും മഴ അങ്ങനെ വലിയ പ്രശ്നക്കാരനായിട്ടില്ല എന്ന് പറയാം. ഒരു 6 മണി തൊട്ടൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അല്പം മഴയൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആ സമയത്ത് ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് കൂടെയാണ് കാര്യം. ചേച്ചി, ചെറിയ വാവയൊക്കെ കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ഹാപ്പി ഓണമാണ്. കുഞ്ഞിനെങ്ങനെ എല്ലാ തവണയും ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരും അല്ലേ? വരും. പ്രാർത്ഥിച്ച് ഇവിടുന്ന് തുടങ്ങും. എങ്ങനെയാ ഇന്നത്തെ ഓണമൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അടിപൊളി. ഇന്നത്തെ മൊത്തം പ്ലാനിങ് എങ്ങനെയാ? വേറെ എവിടെയും പോവോ? നമ്മള് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. വീട്ടുകാർ മാത്രമേ ഉള്ളൂ? വീട്ടിലേക്ക് കുറെ ആളുകളൊക്കെ വരാനുണ്ടോ തവണ? വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ശേഷം എത്തുള്ളൂ. എന്തായാലും രാവിലെ തന്നെ കരച്ചിലാണല്ലോ. കരച്ചിലാണോ? ഇഷ്ടപ്പെട്ടില്ല രാവിലെ എണീറ്റ്? ചേച്ചി നോക്കുന്നേ. എന്താ പറയാനുള്ളേ? ഓണമായിട്ട് എന്താ പറയാനുള്ളേ? മുല്ലപ്പൂവൊക്കെ കൊള്ളാലോ. മുല്ലപ്പൂവൊക്കെ കൊള്ളാലോ. ആരാ ചൂടി തന്നെ? നാണോ എല്ലാം കൂടെ ഒക്കെ ആകെപ്പാടെ ഒരു കലങ്ങി പറഞ്ഞൊരു ഭാവമാണ് പുള്ളിക്കാരിക്കല്ലേ?